നമ ശിവായ. ഹരഹര ശിവശങ്കര. ജയ ജയ മഹാദേവ. ഓം കൈലാസവാസ നമോസ്തുതേ. സ്വയംഭൂസ്ഥാനിൽ കൂടി മഹാദേവനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലായി പ്രാർത്ഥിക്കുന്നു. ശിവരാത്രി നോമ്പിന്റെ ഭാഗമായിട്ട് പ്രഭാഷണങ്ങൾ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ശിവരാത്രിയിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അനേകം പേർ നോമ്പിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടുകയുണ്ടായി. എന്നാൽ എങ്ങനെ ശിവരാത്രി വ്രതം എടുക്കണമെന്നുള്ള കൃത്യതയോട് കൂടിയിട്ട് അനേകം പേർ ഇവിടുന്ന് പറഞ്ഞു തന്ന പ്രകാരം തന്നെ പഞ്ചനമസ്കാരം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് നോമ്പിലേക്ക് കടന്നു. ഒരുപാട് പേർ, ഒത്തിരി പേർ വാട്സാപ്പിൽ കൂടി ആ വിവരങ്ങൾ അറിയിച്ചു. ആരോഗ്യമുള്ളവർ അല്ലെങ്കിൽ മറ്റ് ചെറിയ ബുദ്ധിമുട്ടുള്ളവർ പോലും 21 ദിവസം കുറയാതെ എടുത്തവരുമുണ്ട്. 9 ദിവസം എടുത്ത ആൾക്കാരുണ്ട്. എന്നാൽ 41 ദിവസം എടുത്ത ആൾക്കാരുമുണ്ട്. അവരെല്ലാം പഞ്ചനമസ്കാരങ്ങൾ ചെയ്ത് അവർ ഭഗവാനെ പൂജിച്ചുകൊണ്ട് ശിവരാത്രി വ്രതത്തിലേക്ക് എത്തുകയും എന്നവർ സന്തോഷത്തോടു കൂടി അവരുടെ ആ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഒത്തിരി പേരുടെ വാട്സാപ്പിലുള്ള മെസ്സേജുകൾക്ക് ഒന്നും മറുപടി നൽകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി തന്നെ നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തുടർന്ന് വരുന്ന ആഴ്ച മുതൽ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഗുരുവേ, പ്രാർത്ഥിക്കണം ഗുരുവേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ചില നിങ്ങളുടേതായ മുൻജന്മ കർമ്മഫലങ്ങളാൽ ഉണ്ടാകുന്ന ചില രോഗാവസ്ഥകൾ, അത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചു തന്നെ മാറണം. അതിന്റെ കാഠിന്യം കുറഞ്ഞേക്കാം. എന്നാൽ ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ മൂലം വന്നു ഭവിക്കുന്ന ചില ദുരിതങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും ഒക്കെയും ഉണ്ടാകും. അതെല്ലാം ഗുരു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അത് ഗുരുവുമായി അടുത്ത് നിൽക്കുന്നവർക്ക് അറിയുവാൻ കഴിയും. നിങ്ങൾക്കുണ്ടാകുന്ന പനിയാണെങ്കിലും ശരീരവേദനയാണെങ്കിലും അത് വയറിളക്കമാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് ഗുരു ഇവിടെ അനുഭവിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അത് അനുഭവിച്ചാണ് കടന്നു പോകുന്നത്. ഈ ശിവരാത്രിയിൽ ഒത്തിരി പേർ കാൽ കൈവേദനയും അതുപോലെ വയറു സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെയും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴും ഇവിടത്തെ ആശ്രമത്തിലെ മറ്റു സന്യാസികളും മഹാദേവ പ്രചാരക സംഘവും പറയുകയുണ്ടായി, നോമ്പുകാലമാണ് ഗുരുവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഭഗവാൻ എങ്ങനെയാണോ നിങ്ങളൊക്കെ പ്രിയപ്പെട്ടവരാകുന്നത് അതുപോലെ തന്നെയാണ് ഗുരുവിനും ഇവിടെയുള്ള മറ്റെല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയുവാൻ കാര്യം, നിങ്ങളുടെ ഒരു ദുരിതം, ഒരവസ്ഥ മാറുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ട, ബാക്കി ദിവസം കൂടി അനുഭവിക്കേണ്ട യാതനകൾ ഇവിടെ ഞങ്ങൾ അനുഭവിച്ചിട്ടാണ് നിങ്ങൾക്ക് സുഖങ്ങളെ നൽകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുവാൻ പറയുന്നത് അവരുടെ ശാരീരിക അവസ്ഥ മാറിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു യാതനകൾ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ നന്ദിയുള്ളവരായി പ്രാർത്ഥന ചൊല്ലി ഭവനങ്ങളിൽ കഴിയണം. ഗുരു പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ഗുരു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ അസുഖം ഭേദമാകും അല്ലെങ്കിൽ എൻ്റെ അവസ്ഥകൾ മാറും എന്ന് കരുതിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചും അല്ലെങ്കിൽ സ്വയം മനസ്സ് വിഷമിപ്പിച്ചും തെറ്റുകൾ ചെയ്തും അവിടെ കഴിഞ്ഞുകൂടരുത്. കാരണം ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കേണ്ടത് ഇവിടെ മറ്റാരും അനുഭവിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ചൊരു പ്രഭാഷണം അടുത്തതിൽ ചെയ്യാം. അത് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അതങ്ങനെയാണ്. ആവനാഴിയിൽ നിന്നൊരു അസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അത് തൊടുത്തു വിട്ടേ പറ്റൂ എന്ന് അറിയാമല്ലോ. അത് തൊടുത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് എവിടെയെങ്കിലും പോയി പതിക്കണം. അതുപോലെയാണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ശാപങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ, ദുരിതങ്ങൾ, ഇതിൽ നിന്നൊക്കെയും ഉള്ള നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്നുള്ള ആ ഒരു പീഡാവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് പതിച്ചിരിക്കുന്ന ആസ്ത്രം മറ്റൊരിടത്ത് പതിപ്പിച്ച് അതിന്റെ ദുരിതങ്ങളെ അനുഭവിപ്പിച്ച് വിടേണ്ടതുണ്ട്. അത് എല്ലാം അങ്ങനെയാണ് എന്നല്ല ഗുരു പറയുന്നത്. ചില അവസ്ഥകളുണ്ട്, അത് ഭഗവാനെ കൊണ്ട് മാത്രമേ പറ്റൂ. മറ്റു ചില അവസ്ഥകൾ ചില ഋഷിവര്യന്മാരെ കൊണ്ടും യോഗീശ്വരന്മാരെ കൊണ്ടും അവർ സ്വയം അനുഭവിച്ചത് മാറിപ്പോകാറുണ്ട്. നമ്മുടെ പുരാണ കഥകളിൽ കേൾക്കാറില്ലേ,
ചില രാജകൊട്ടാരങ്ങളിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ തപസ് ചെയ്യുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ മുനിവര്യന്മാർ ആ ദുരിതങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് മോചനങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് എല്ലാവരും വളരെ ലളിതമായിട്ട് ഗുരുവേ എനിക്ക് അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്, ഗുരുവേ എനിക്ക് 2 ദിവസമായി, അത്രയും കാലം നന്നായി കഴിഞ്ഞവരായിരിക്കാം, പെട്ടെന്നൊരു ദിവസം ഒരാഴ്ച ഒരു അസ്വസ്ഥതയുണ്ടായി, അങ്ങനെയൊക്കെ രോഗാവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്രമിച്ചാൽ അത് മാറും. പക്ഷെ നിങ്ങളുടെ ഭയപ്പാടും നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കാണുമ്പോൾ ഗുരുവിനും സങ്കടമുണ്ടാകും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒന്നുകിൽ ഗുരു അല്ലെങ്കിൽ മറ്റു ഋഷിവര്യന്മാർ അല്ലെങ്കിൽ മഹാദേവ പ്രചാരക സംഘത്തിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ആ ഒരു അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സംശുദ്ധമായ മനസ്സോടുകൂടി കഴിയുക. നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നുവെന്നോ അതിനപ്പുറം നിങ്ങൾ സംശുദ്ധമായൊരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഭഗവാനെ പ്രകീർത്തിക്കുന്നൊരു സമയം നിങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഫലം എളുപ്പത്തിലുണ്ടാകും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന ചിന്തകളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. തുടർന്നുള്ള ആഴ്ചകളിൽ പ്രഭാഷണമുണ്ടാകും. ശിവരാത്രിയിൽ ഇവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഇവിടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടവർക്കും അല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശിവരാത്രിക്ക് ശേഷം നടന്ന പൂജകളിലും മറ്റ് എല്ലാ ആരതികളിലുമൊക്കെയും ഇവിടെ നിരന്തരമായി നമ്മളോട് ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ചില വ്യക്തികളുണ്ട്, രാവിലെ നമശിവായ, വൈകുന്നേരം നമശിവായ, 2 നേരം നിരന്തരം അയക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അവർക്ക് ഗുരുവിൽ നിന്നൊരു നമസ്കാരം ലഭിച്ചില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. അത് ഗുരുവിന് നല്ലപോലെ അറിയാം. പക്ഷേ ഭഗവാനും അപ്പുറം ബന്ധങ്ങളെ വെക്കരുത്. അത് എല്ലാവരും മനസ്സിലാക്കണം. ഭഗവാനാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു. അതുപോലെ തന്നെ ഗുരുവിനും അങ്ങനെയാണ്. ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ മറ്റുള്ളതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ ഗുരുവും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളും അതുപോലെ ഭഗവാനൊപ്പം ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നമസ്കാരം തരുവാനോ മറുപടികൾ തരുവാനോ കഴിയാതെ വന്നത്. അപ്പോഴൊക്കെ വിചാരിക്കുക ഗുരു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളത്. മഹാദേവ പ്രചാരക സംഘത്തിലെ പ്രവർത്തകരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഇനി എല്ലാവരും അവരവരുടേതായ മറ്റ് സേവന പ്രവർത്തനങ്ങൾ ഓരോരുത്തർ തൊഴിൽ ചെയ്യുന്നവരുണ്ട്. അവർ അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോകും. ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകത്തക്ക രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും പതിവ് പോലെ തന്നെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കും. അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോമ്പ് കഴിഞ്ഞു. ഇനി അത് ചെറിയ രീതിയിൽ മറ്റ് ക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നോമ്പെടുത്തവരൊക്കെയും പറയുകയുണ്ടായി, നല്ല അനുഭവമായിരുന്നു, ഇതുവരെ ലഭിക്കാത്തൊരു അനുഭവമായിരുന്നു എന്നൊക്കെ. മറ്റു കാര്യങ്ങൾ അടുത്തൊരു പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താം. എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര, ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ.